ഇങ്ങനെ റിഹേഴ്സൽ ഉണ്ടെന്നും പറഞ്ഞ് വിളിച്ച് പറഞ്ഞപ്പോൾ നസീറാണ് അത് അന്ന് അബ്ദുൽ ഖാദറാണ് ഒരു കൊച്ചു പയ്യെ ഇവിടെ ഇരിക്കുന്നത്, ഇതാണ് നായിക കോമള എന്നൊക്കെ പരിചയപ്പെടുത്തി. അപ്പം ഞാനൊക്കെ മദ്രാസിൽ നിന്ന് വന്നോണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരോടി വന്ന് കാണാൻ എന്നെ കണ്ടുടനെ അപ്പി സുഖങ്ങൾ തന്നല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ കണ്ട് ആദ്യം ചോദിച്ചു, അപ്പി ആ കുഞ്ഞെവിടെ ആക്ട് ചെയ്തതിനെ പറ്റി അന്നത്തെ കാലത്ത് ഇതിനെപ്പറ്റി ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു സുപ്രഭാതത്തിൽ എനിക്കൊരു ലെറ്റർ വന്നൂടെ ഇവിടെ നോക്കിയപ്പോൾ പിന്നെ ഇത് ഷാനവാസിൻ്റെ കല്യാണം എഴുത്തായിരുന്നു. എനിക്ക് അതിശയം, അന്ന് പ്രേംനസീർ ആകാശമുട്ട പ്രശസ്തിയുടെ ഉത്തുംഗ സംഘത്തിൽ എന്നെ എങ്ങനെ ഓർത്ത് പ്രേംനസീർ ആ ആൾക്കൂട്ടത്തിനിടയ്ക്ക് വന്നു. ഇതാരെന്നറിയാമോ? ഇത് നെയ്യാറ്റിൻകര കോമള, എൻ്റെ ആദ്യ നായിക. എനിക്ക് ഇതിപ്പോൾ ഒരു അതിശയവും സ്വപ്നവും ഒന്നുമില്ല മക്കളെ. അതുപോലെ എനിക്ക് മോഹൻലാലിന് ഒരു പരിചയവും ഇല്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ പിന്നെ സ്റ്റുഡിയോ ഓപ്പണിങ്ങിന് എനിക്ക് ഇവിടെ ഇട്ട് തന്നു. അതൊരു വലിയ മനുഷ്യനല്ലേ. മലയാള സിനിമയിലെ ആദ്യകാല നായികമാരിൽ ഒരാൾ, മലയാളത്തിൻ്റെ നിത്യഹരിത നായകൻ ശ്രീ പ്രേം നസീറിൻ്റെ ആദ്യ നായിക ശ്രീമതി നെയ്യാറ്റിൻകര കോമളമമ്മയുടെ കൂടെയാണ് ഞാനിപ്പോൾ ഉള്ളത്. സ്വാഗതം അമ്മേ. മലയാള സിനിമയിലേക്ക് സ്ത്രീകൾ കടന്നു വരാത്ത ഒരു കാലഘട്ടത്തിലായിരുന്നു അമ്മ കടന്നു വന്നത്. അതെ. അപ്പോൾ അതേക്കുറിച്ച് എങ്ങനെയായിരുന്നു മലയാള സിനിമയിലേക്കുള്ള പ്രവേശനം എന്നൊന്ന് പറയാമോ? അന്നത്തെ കാലത്ത്, അതായത് എൻ്റെ കുട്ടിക്കാലം, ആ കാലത്ത് നല്ല കുടുംബം നമ്മൾ പറയുമല്ലോ. നല്ല കുടുംബത്തിലെ വ്യക്തികളെ അന്നത്തെ സംഗീതത്തിന് പോലും പറഞ്ഞയക്കാത്തൊരു കാലം ഉണ്ടായിരുന്നു, പാട്ട് പഠിക്കാൻ പോലും. അങ്ങനെയുള്ള ഒരു നാടകത്തിലോ സിനിമയ്ക്കോ മറ്റോ ഇറങ്ങാമെന്ന് പറഞ്ഞാൽ ഒരു ഭൂകമ്പം തന്നെ വീട്ടിലുണ്ടാവും, ഉറങ്ങില്ല. അങ്ങനെ ഒരു കാലത്താണ് എൻ്റെ ഒരു സഹോദരി ഭർത്താവ് കയ്യാനം കൃഷ്ണൻ നായർ, ആ മനുഷ്യൻ ഈ ഫീൽഡിൽ, ഈ സിനിമ ഫീൽഡിൽ ഉണ്ടായിരുന്നു. തിയേറ്റർ മാനേജറായിരുന്നു. പിന്നെ ഒരു കെ മേനോൻ, അതായത് മേനോനല്ല, രവികുമാറിൻ്റെ അച്ഛൻ കെ മേനോൻ്റെ തിയേറ്ററായിരുന്നു ഇവിടെ നെയ്യാറ്റിൻകര ആദ്യത്തെ സിനിമ തിയേറ്റർ, ശ്രീകൃഷ്ണ ടാക്കീസ്. അവിടെ എൻ്റെ സഹോദരി ഭർത്താവ് മാനേജരായിരുന്നു. അങ്ങനെയാണ് അവിടെ ഇവർ ഈ ഫിലിം എടുക്കുന്നവന് ഫിലിം റെപ്രസെൻറ്റേറ്റീവ് ഒക്കെ തിയേറ്ററിൽ വരികയും ചേട്ടനുമായിട്ട് സഹകരിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഒരു സന്ദർഭത്തിൽ ഞങ്ങൾ ഫാമിലി അവിടെ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു തിയേറ്ററിൽ. അന്ന് പാവാട ബ്ലൗസ് കിട്ടുന്ന കാലം. അപ്പോഴേ അങ്ങനെ അവർ ഡയറക്ടറും അതായത് കെ പ്രൊഡക്ഷൻസ് നല്ലതങ്ക എടുത്ത് ബാച്ച് ആലപ്പുഴ ഉദയ സ്റ്റുഡിയോ ഉടമസ്ഥർ അന്ന് ആ രാത്രി അവിടെ വരികയും അവർ തമ്മിലൊക്കെ സംസാരിച്ചിട്ട് ഞങ്ങൾ ഫാമിലി ഉണ്ട് ഇങ്ങനെ കാണിച്ചു. അപ്പോഴെന്നെ കണ്ടിട്ട് അവർ ഡയറക്ടറുണ്ട് ചോദിച്ചാൽ ആ കുട്ടിയെ അയക്കുമോ, ഞങ്ങൾ നല്ലതങ്ക എടുക്കുകയാണെന്ന് പറഞ്ഞു. അയ്യോ ചേട്ടൻ പറഞ്ഞു, അയ്യോ വെളിയിൽ മിണ്ടിക്കൂടെ അവരാരും വരില്ല എന്ന് അപ്പോഴവരവിടെ പറഞ്ഞെങ്കിലും രാത്രി ആയപ്പോഴത്തേക്കും ചേട്ടൻ വീട്ടിൽ വന്ന് എൻ്റെ സഹോദരിയുടെ അടുത്ത് പറഞ്ഞു, വെളിയിൽ പറയേണ്ട, ഇവിടെ ഭൂകമ്പം വരും, എല്ലാവരും കൂടെ കൊള്ളാം, ഈ കാലത്ത് അവളെ അയക്കുമോ. അങ്ങനെയൊക്കെ വീട്ടിൽ പലതും സംസാരിച്ച് ഏതായാലും വീട്ടിൽ അറിഞ്ഞ് അപ്പോഴത്തേക്ക് എൻ്റെ മൂത്ത ബ്രദർ, അതായത് നമ്മുടെ സ്റ്റേറ്റിൽ അന്നൊക്കെ BA ഒക്കെ ഉള്ളൂ, BSc ഇല്ല. BSc ബാച്ച് തുടങ്ങിയപ്പോൾ ആദ്യത്തെ ബാച്ചിലുണ്ടായിരുന്നു എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ വലിയേട്ടൻ കേശവ് ചന്ദ്ര സെൻ, അത് ബംഗാളി പേരാണ്. KC സെൻ എന്ന് അദ്ദേഹത്തിനെ പറയുന്നു. ശാസ്ത്രമംഗലത്താണ് താമസം. അപ്പോൾ ആ ചേട്ടനുണ്ടായിരുന്നു. ആ ചേട്ടൻ പിന്നെ പുറത്തായിരുന്നു ഉദ്യോഗം, ഇവിടെയല്ല. അപ്പോഴിങ്ങനെ പറഞ്ഞു. അപ്പോൾ ആദ്യത്തതിന് യഥാർത്ഥ സംഗതി അന്ന് ചോദിച്ചത് ഒരു വൻ തുക ചോദിച്ചു. ആ കാലം, അതായത് എൻ്റെ കുട്ടിക്കാൻ 10-15 വയസ്സ് ഉള്ളപ്പോൾ. അപ്പോഴത്തേക്ക് അയ്യോ അവർ പറഞ്ഞു അയ്യോ. അപ്പോൾ അത് തുക വളരെ കുറവ്. അന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു പിന്നെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ ആ ലെവലിലാണ് ചോദിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നുമില്ല. ഏതായാലും അതിലവർക്ക് എന്നെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, ഞങ്ങൾ പോയില്ല. നല്ലതങ്കയ്ക്ക് വേണ്ടിയാണ് ആദ്യം അവർ വന്നത്, അന്വേഷിച്ചത്, ഇതിലോട്ട് ഉള്ളത്. അത് കഴിഞ്ഞിട്ട് അതിൽ പിന്നെ മിസ് കുമാരി വന്നു, നല്ലതങ്ക വെളിയിൽ വന്നു. അതിന് ശേഷം വേറൊരു പാർട്ടി അവരെടുക്കുന്നത് ഈ കാട്ടുചിത്രം, വനമാല, മലയാളത്തിലെ ആദ്യത്തെ വനചിത്രം. ആദ്യം അത് പറഞ്ഞില്ല, ചിത്രം എന്നേ പറഞ്ഞുള്ളൂ. അപ്പോഴത്തേക്ക് അതിനിങ്ങനെ പോയി. അപ്പോൾ ഇവർ ആരെവിടെയൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തു. ഈ
വീണ്ടും ഇങ്ങനെ വന്നല്ലോ ഈ കുട്ടിക്ക് വേണ്ടി. അത് അന്വേഷിച്ചപ്പോൾ അതാണ് അതിൻ്റെ രീതി. അതിൻ്റെ അവൻ്റെ ജാതകത്തിൽ കാണുന്നത് ഇങ്ങനെയൊക്കെ ഉള്ളതിലൊക്കെ നല്ല പ്രശസ്തയാകണം എന്നൊക്കെയാണ് ആ ജ്യോത്സ്യൻ അന്ന് പറഞ്ഞത്. അപ്പോൾ രണ്ടാമത്തതിന് വന്നതുകൊണ്ട് ഞാൻ രണ്ടാമത്തതിന് ഇതിന് പോയി. ഈ മേക്കപ്പിനും എന്നൊക്കെ ട്രിവാൻഡ്രത്ത് പട്ടത്ത് ഒരു രണ്ടാമത്തേതായിരുന്നു ആത്മശാന്തി. അല്ല, ആദ്യത്തത് നല്ലതെങ്കിൽ പോയില്ല. അല്ല അഭിനയിച്ചതിൽ രണ്ടാമത്തെയാണ് അഭിനയിച്ചില്ല ആദ്യത്തെ പടം. അഭിനയിച്ചത് വനമാല ആദ്യത്തെ. വനമാല ആദ്യം. രണ്ടാമത് വന്ന് ആഫറായിരുന്നു. അപ്പോഴത്തെ ഏതായാലും അതിനും പോയി തിരുവനന്തപുരത്ത് പോയി ടെസ്റ്റിങ് ഒക്കെ നടത്തി. അപ്പോൾ എന്നെ ബുക്ക് ചെയ്തു. അന്ന് അതിലുണ്ടായിരുന്നത് അന്നത്തെ നാടക നടികളാണ് മുഴുവൻ ഉണ്ടായിരുന്നത്. ഞാൻ മാത്രം ഒരു വീട്ടിലെ ഒരു കൊച്ചു പെണ്ണ് ഒന്നും അറിഞ്ഞൂടാ. അപ്പോൾ അക്കൂട്ടത്തിൽ പോയി അവർ ഒക്കെ നോക്കി. ഡയറക്ടറൊക്കെ ഉണ്ട്. അവരുടെ പേരൊക്കെ ഞാൻ പറഞ്ഞു. വിശ്വനാഥൻ എന്ന ആരോ ആണ് ഡയറക്ടർ. നോക്കി ഏതായാലും എന്നെ വനമാലയ്ക്ക് സെലക്ട് ചെയ്തു. അപ്പോൾ ഏതായാലും തലയിലെഴുത്ത് അങ്ങനെ ആയിരിക്കാം. വിധി ഓരോരുത്തരുടെ വിധി ഓരോന്നാണ്. അങ്ങനെ അതിലേക്ക് പോയി. അതിലെടുത്തു. ഞാൻ അഭിനയിച്ചു. എനിക്ക് അഭിനയം ഒന്നും പറഞ്ഞോടുന്നാൽ അവർ പറഞ്ഞതുപോലെ കാട്ടുപെണ്ണായിട്ടാണ് പകുതി ദൂരം. ആദ്യം മുതൽ പകുതി വരെ ഈ പെൺകുട്ടി കാട്ടിൽ വളരുന്നു. വേറെ അച്ഛനും അമ്മയും വലിയ കുടുംബത്തിലെ കുട്ടിയെ ആരോ കൊല്ലാൻ കൊടുത്തയച്ചതാണ് കഥ. അങ്ങനെ പകുതി ദൂരം ഔട്ട്ഡോറായിരുന്നു, പകുതി ഉദയ സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു. ഇൻഡോർ എവിടെയായിരുന്നു ഷൂട്ടിംഗ്? പേച്ചിപ്പാറ ഡാമിൻ്റെ അടുത്ത്. അവിടെ മുഴുക്കി വനവും ഒക്കെയാണ്. അവിടുത്തെ TVയിലാണ് ഞങ്ങൾ താമസിച്ചത് അന്ന്. എന്നിട്ട് കാറിൽ മേക്കപ്പൊക്കെ ചെയ്തൊക്കെ നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് കാട്ടിൻ്റെ അകത്ത് പോകുമ്പോൾ മീതെ സാരി എടുത്തോളൂ. മറ്റേ ഡ്രസ്സാണല്ലോ ഇതുവരെയുള്ള കാട്ടുപെണ്ണിൻ്റെ ഡ്രസ്സ്. ഇവിടെ മറിഞ്ഞ് ഇതുവരെയുള്ളതാണ്. കാട്ടിലെ പെൺകുട്ടിയല്ലേ. അപ്പോൾ ഞാനിങ്ങനെ മീതെ സാരി എടുത്തേക്കും. കാട്ടിൻ്റെ അകത്ത് വെച്ചാണല്ലോ ഷൂട്ട് ചെയ്യുന്നത്. അവിടെ പോകുമ്പോൾ സാരിയൊക്കെ മാറ്റിയിട്ട് മറ്റേ ഡ്രസ്സിൽ ആക്ട് ചെയ്യും. എന്നാൽ ആദ്യമൊക്കെ വലിയ നാണമൊക്കെ ആയിരുന്നു. ആദ്യമൊക്കെ കുറേയൊക്കെ തെറ്റി. പിന്നെ അഭിനയിച്ചു എല്ലാം. പിന്നെ പേച്ചപ്പാറ ഡാമിൻ്റെ അതായത് നല്ല 3-4 പാട്ടുകളുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം ഹിന്ദി ട്യൂൺ. ആ കാലം മലയാള ട്യൂണൊന്നുമല്ല, ഹിന്ദി. അന്ന് ഹിന്ദി സിനിമയൊക്കെ ധാരാളമുണ്ട്. അതിലെ പാട്ടിൻ്റെയൊക്കെ ഈ രാഗം അങ്ങനെയായിരുന്നു. തള്ളി തള്ളി ആ വള്ളം തള്ളി അങ്ങനെ പോകും. നല്ല പാട്ടുകളാണ്. അത് ഉണ്ടായിരുന്നു. ഞാൻ ആക്ട് ചെയ്തു അതിൽ. അപ്പോഴേ അതിൽ തമിഴിലും എടുത്തു, മലയാളത്തിലും എടുത്തു. മലയാളത്തിൽ ഞാനാണ് നായിക. തമിഴിൽ ഒരു രാധാമണി എന്നൊരു കുട്ടി വേറൊരാളുമായിരുന്നു. എൻ്റെ നായകൻ B.A. തോമസും. ഏതായാലും പിന്നെ തമിഴ് വെളിയിൽ വന്നില്ലെന്ന് തോന്നുന്നു. ഞങ്ങളുടെ മലയാളം റിലീസായി. അത് കണ്ടിട്ട് എൻ്റെ രണ്ടാമത്തെ ചിത്രം കിട്ടി. പിന്നെ ആത്മശാന്തി, അതായത് NB ചെല്ലപ്പൻ നായരുടെ ശശികല എന്നൊരെന്ന നോവലിനെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം എടുത്തത്. അപ്പോഴും മിസ് കുമാരിയുടെ നല്ലതങ്കയൊക്കെ വന്നു കഴിഞ്ഞു. നല്ലതങ്ക, ചേച്ചി അതൊക്കെ വന്നു കഴിഞ്ഞു. അതിന് ശേഷമാണ് അത് മദ്രാസിൽ വെച്ച് പിന്നെ സിറ്റാഡൽ സ്റ്റുഡിയോ, ഒരു ജോസഫ് തളിയത്ത് ജൂനിയറാണ് ആ സ്റ്റുഡിയോ ഉടമ, മലയാളി. അവിടെ വെച്ചായിരുന്നു ഈ ആത്മശാന്തിയുടെ ഷൂട്ടിങ്. അപ്പം എന്നെ ബുക്ക് ചെയ്തത് അതിലെ കഥാപാത്രം നിർമ്മലയും ശാരദയും. നിർമ്മല ചേച്ചിയും നായിക, അനിയത്തിയാണ് ശാരദയും. പക്ഷേ അപ്പം അന്ന് ബുക്ക് ചെയ്തിരുന്നത് നിർമ്മലയായിട്ടാണ് എന്നെ എടുത്തത്, അനിയത്തിയായിട്ട്. അവിടെ പോയി ഡയറക്ടർ ഞങ്ങളെ കണ്ടപ്പോൾ എന്നെക്കാളും കുമാരി ഇത്ര പൊക്കം കൂടുതലുണ്ട്. അപ്പോൾ ചേച്ചി പിന്നെ കുമാരിയുമായി, ഞാൻ അനിയത്തി ശാരദയുമായി അതിൽ അഭിനയിച്ചത്. പിന്നെ ആറന്മുള പൊന്നമ്മ ചേച്ചിയായിരുന്നു അമ്മ. ഞങ്ങൾ അവിടെ സിറ്റാഡൽ സ്റ്റുഡിയോയിൽ വെച്ച് അതിലൊരുപാട് ഡയലോഗുണ്ട്. ഈ വനമാലയിൽ അധികം ഡയലോഗില്ല, കുറച്ച് കാട്ടുവണ്ണല്ലേ. അത് കഴിഞ്ഞിട്ട് മദ്രാസിൽ ഞങ്ങൾ ആത്മശാന്തിക്ക് മദ്രാസിലാണ് താമസിച്ചത്. പ്രത്യേക വീട്, അമ്മയും ഞാനും. അവിടെ വെച്ച് പിന്നെ കുമാരിയെ ബുക്ക് ചെയ്യാനാണ് വേറൊരു പാർട്ടി ഞങ്ങൾ താമസിച്ച വീട്ടിൽ വന്നു. അപ്പം കുമാരി പിന്നെ കാഞ്ചന എന്നൊരു സിനിമ ആക്ട് ചെയ്യാൻ വേണ്ടി അത് കോയമ്പത്തൂർ പോയി, ശ്രീരാമലു നായിഡുവിൻ്റെ പടത്തിൽ. അപ്പം ഞങ്ങൾ യാത്രയ്ക്ക് ഒരുങ്ങിയപ്പോൾ അവിടെ എന്നെ ബുക്ക് ചെയ്തു മരുമകളിലേക്ക്, മൂന്നാമത്തെ ചിത്രം. അന്ന് നസീറൊന്നും ഉണ്ടെന്നൊന്നും അറിഞ്ഞുകൂടാ. ബുക്ക് ചെയ്തു. അപ്പം ഞങ്ങൾ വീട്ടിൽ വരാതെ തന്നെ
മറ്റു ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ട്രെയിനിൽ കയറി. എന്നിട്ട് അതിൻ്റെ പ്രൊഡ്യൂസർ വന്ന് സമ്മതിക്കാതെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ സേലത്തിന് പോയി, അമ്മയും ഞാനും. സേലത്ത് വെച്ചാണ് മരുമകൾ ഷൂട്ട്, സേലം രത്ന സ്റ്റുഡിയോയിൽ. അവിടെ ചെന്ന് അന്ന് ഞങ്ങൾ അവിടെ പോയിട്ട് പിറ്റേ ദിവസമായപ്പോൾ നായകൻ വന്നു എന്ന് പറഞ്ഞ് എന്നെയും വിളിച്ച്, ഞങ്ങൾ താമസം വേറെ, അവരുടെ എവിടെയോ അവിടെ ഇങ്ങനെ റിഹേഴ്സൽ ഉണ്ടെന്നും പറഞ്ഞ് വിളിച്ച് പറഞ്ഞപ്പോൾ നസീറാണ് അത്, അന്ന് അബ്ദുൽ ഖാദറാണ്, ഒരു കൊച്ചു പയ്യെ ഇതൊക്കെ ഇരിക്കുന്നത്. ഞാൻ സ്വല്പം പിന്നെ അന്നും എന്നെ സ്കൂളിൽ പിന്നെ പരിശോധിക്കുമ്പോഴും യൂറോപ്യൻ ചൈൽഡിൻ്റെ ഹെൽത്ത് ഉണ്ടെന്നാണ് ആ ഡോക്ടേഴ്സ് ഇതിൽ എഴുതുന്നത്. അപ്പം ഞാൻ നല്ല കൊഴുത്ത കുട്ടിയാണ്. ഉടനെ അപ്പോൾ പറഞ്ഞു ഇത് അബ്ദുൽ ഖാദറാണ് ഇത് അതിൻ്റെ പ്രൊഡ്യൂസർ ഞങ്ങളെ പരിചയപ്പെടുത്തി, ഇതാണ് നായിക കോമള എന്നൊക്കെ പരിചയപ്പെടുത്തി. ഒരു സ്വല്പം റിഹേഴ്സൽ പറഞ്ഞപ്പോൾ അപ്പോൾ ഒരു കൊച്ചു വെളുത്ത ഒരു പയ്യൻ അത്ര തന്നെ. അത് കഴിഞ്ഞിട്ട് ഷൂട്ട് തുടങ്ങി. ഒരുപാട് ഷൂട്ടിങ്ങില്ല. അതിൽ മരുമകളെ അമ്മാവിയും പിന്നെ നാത്തൂനും കൂടി കഷ്ടപ്പെടുത്തുന്ന കഥയാണ് മരുമകൾ. ഇയാൾ കുറേ ഇവിടെ താമസിച്ചിട്ട് ഇയാൾ ഇംഗ്ലണ്ടിലോട്ട് പോകണം ഉപരിപഠനത്തിന്. അപ്പോൾ അങ്ങനെ ആ ഷൂട്ടിങ്ങും അത് നടന്നു. മരുമകൾ മൂന്നാമത്തെ ചിത്രം. അതും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ നാട്ടിലോട്ട് പോകുന്നത്. അന്ന് ആത്മശാന്തിക്ക് പോയത് പിന്നെ സേലത്തെ ഷൂട്ടിങ്ങും കൂടെ കഴിഞ്ഞിട്ട് ഏർക്കാട്ടിലായിരുന്നു ഞങ്ങളുടെ ഷൂട്ടിങ്. സേലത്ത് ഏർക്കാടുണ്ട്, അവിടെ അതിൻ്റെ മേളിൽ അവിടെ വെച്ച് കഴിഞ്ഞ് ഞങ്ങളിവിടെ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആത്മശാന്തി റിലീസ് ചെയ്ത് ഇവിടെ എല്ലാവരും കണ്ടു. അപ്പോൾ ആത്മശാന്തിയിൽ എനിക്കൊരു ഒരു കുഞ്ഞുണ്ടാവണം, കൊച്ചു കുട്ടി ഉണ്ടാവണം. സിനിമയിൽ എനിക്കല്ല, മോക്ക് മനസ്സിലാവണുണ്ടല്ലോ. അപ്പോൾ അന്ന് ഇവിടെ പണ്ടേ ഞങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ ഞങ്ങളുടെ ഈ വീട്ടിൻ്റെ അപ്പുറത്തൊരു കൊച്ചു വീട്ടിൽ താമസമുണ്ട്. അപ്പോൾ അന്ന് ഞങ്ങളെയൊക്കെ അപ്പി എന്ന് വിളിക്കും, കുഞ്ഞെന്നുള്ള അർത്ഥത്തിൽ അവർ. അപ്പം ഞാനൊക്കെ മദ്രാസിൽ നിന്ന് വന്നുകൊണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരോടി വന്ന് കാണാൻ എന്നെ കണ്ടുടനെ അപ്പി സുഖങ്ങൾ തന്നല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ കണ്ട് ആദ്യം ചോദിച്ചു, അപ്പി ആ കുഞ്ഞെവിടെ? ആക്ട് ചെയ്ത പറ്റി അന്നത്തെ കാലത്ത് ഇതിനെപ്പറ്റി ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ, നമുക്കും അറിഞ്ഞുകൂടാ, നാട്ടുകാർക്കും അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞു ആ കുഞ്ഞ് മദ്രാസിലുണ്ട് അതിൻ്റെ അമ്മയുടെ അടുത്ത്. അത്ര അറിവേ അന്ന് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്കുള്ളൂ. സിനിമയെ കാണുന്നതൊക്കെ അതുപോലെ സത്യം, അല്ലാതെ അതൊരു കഥയാണെന്നോ അത് ആക്ട് ചെയ്യുകയാണോ എന്നൊന്നും നമ്മുടെ നാട്ടുകാർക്ക് നമുക്ക് പോലും ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ. ആ കാലമാണ് അന്നത്തെ കാലം. അയ്യോ ഇന്നാരും സിനിമയ്ക്ക് പോയി എന്നും പറഞ്ഞു ആൾക്കാരൊക്കെ ഇവിടെയൊക്കെ തമ്മിൽ ഇപ്പോൾ നിൽക്കുന്നാലും എന്നെ വീട്ടിൽ ഓമന എന്ന് വിളിക്കും. എന്നാലും ഓമന പോയില്ലോ സിനിമയ്ക്ക് എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ ആൾക്കാർ പറയുമ്പോൾ നമുക്കത് കേട്ടോണ്ടിരിക്കാൻ നോക്കൂ. അപ്പോൾ രണ്ടാമത്തതും കഴിഞ്ഞ് മൂന്നാമത്തതും കഴിഞ്ഞാണ് ഞങ്ങൾ നാട്ടിൽ വന്നത്. അപ്പോൾ ഈ മൂന്നാമത്തെ അത് കഴിഞ്ഞിട്ട് ഞാൻ അധികം നിന്നില്ല ഇവിടെ നിന്നപ്പോൾ പിന്നെ എൻ്റെ ആത്മശാന്തി തമിഴ്നാട്ടിൽ റിലീസ് ചെയ്ത്, തമിഴിലുണ്ടായിരുന്നല്ലോ, റിലീസ് ചെയ്ത് എഫ് നാഗൂർ തമിഴ് സംവിധായകൻ വലിയ സ്റ്റുഡിയോ ഉടമ അവിടെ നിന്ന് ആൾ വന്നാണ് എന്നെ സന്ദേഹത്തിലേക്ക് ബുക്ക് ചെയ്തത്. സാറിൻ്റെ സഹോദരൻ അഭിനയിച്ചിട്ടുള്ളത് അതാണ് അയാളാണ് അതിലെ എൻ്റെ നായകൻ. അത് തമിഴിലും തെലുങ്കിലും മലയാളത്തിലും ഉണ്ട്. മലയാളത്തിലേക്ക് അവരെ എന്നെ ബുക്ക് ചെയ്തു. ഞാൻ എൻ്റെ മൂന്നാമത്തെ ചിത്രമാണല്ലോ, അല്ല നാലാമത്തെ. വനമാല, ആത്മശാന്തി, മരുമകൾ, സന്ദേഹം. അപ്പോൾ അങ്ങനെ എന്നെ ബുക്ക് ചെയ്തതാണ്. അപ്പോൾ അന്ന് അവിടുത്തെ വലിയ നടിയായിരുന്നു TR രാജകുമാരി. എനിക്ക് വലിയ ഇഷ്ടമാണ് അവരപ്പോഴത്തേക്ക്. ഞാൻ സിനിമ കാണും, തമിഴ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞങ്ങളുടെ ഒരു ഷൂട്ടിങ് പിന്നെ ഈ സന്ദേഹത്തിനും ഉടനെ പോയി. സന്ദേഹത്തിൽ അവർ ബുക്ക് ചെയ്ത് കൊണ്ടുപോയി. അതിൽ ആക്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പിന്നെ ആ സ്റ്റുഡിയോയിൽ രാത്രി അന്ന് TR രാജകുമാരിയൊക്കെ കാണാൻ വലിയ ആഗ്രഹം, അവരെ കാണാൻ നിൽക്കുമോ. അപ്പോഴന്ന് അവർ ഈ സ്റ്റുഡിയോയിൽ തന്നെ ഞങ്ങളുടെ ഷൂട്ടിങ് നടക്കുന്ന സ്റ്റുഡിയോയിൽ തന്നെ അവരെന്തോന്നിനോ വന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഈ തമിഴ് ഡയലോഗ് പറഞ്ഞാൽ രാജപ്പ എന്നൊരു മനുഷ്യനാണെന്ന് ഞാൻ പറഞ്ഞല്ല. അപ്പോഴത്തേക്ക് അദ്ദേഹം അവരെ വിളിച്ചുകൊണ്ട് വന്നു. ആത്മശാന്തിയിലെ പാക്കലെ അന്ത നായികയാകുമെന്ന് അവരെ പരിചയപ്പെടുത്തിയിട്ട് അങ്ങനെ എനിക്ക് TR രാജകുമാരിയെ കാണാൻ സാധിച്ചു. അവർ അന്നത്തെ അവിടെ വലിയ നടിയാണ്. അങ്ങനെ ഒരു സംഭവം അക്കൂട്ടത്തിലുണ്ടായി. പിന്നെ ഞങ്ങളതിൽ ആക്ട് ചെയ്തു. അതിലാണ് MG ചക്രവാണി, MGRൻ്റെ ചേട്ടൻ, അവരുടെ വീട്ടിലൊക്കെ ഞങ്ങളെ വിളിച്ചോണ്ട് പോയിരുന്നു. അന്ന് ഞാൻ MGRനെ കണ്ടു. അപ്പോൾ വലിയൊരു ഹാളിനകത്ത് MGR നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുമ്പോൾ ഞങ്ങളെ കണ്ട നമസ്തേ പറഞ്ഞു. അപ്പോൾ അന്നൊക്കെ MGR ആര്?
അവരെ സ്വപ്നം കാണാൻ പറ്റാത്തൊരു കാലം. എം ജി രാമചന്ദ്രൻ കണ്ടു. എം ജി രാമചന്ദ്രൻ്റെ ചേട്ടൻ ഒക്കെയാണ് ഞങ്ങൾ അവരുടെ വീട്ടിൽ കൊണ്ടുപോയത്. എം ജി ആറിനെ കണ്ടു തൊഴു. എന്നിട്ട് ഞങ്ങൾ അതും കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോന്നു. അത് കഴിഞ്ഞ് നിന്നപ്പോഴാണ് ഇവിടെ ഒരു കൂട്ടം കോളേജ് അധ്യാപകർ ഇവിടെ വന്നു. എന്നെ ബുക്ക് ചെയ്യാൻ അവർ പടമെടുക്കുന്നു, ന്യൂസ് പേപ്പർ ബോയ്. അപ്പോഴും ഞാൻ മദ്രാസിൽ, എൻ്റെ കൊച്ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം അന്നൊക്കെ ഫോണില്ലല്ലോ, ടെലഗ്രാം വന്ന് ഇങ്ങനെ ആവശ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഞങ്ങൾ നാട്ടിൽ വന്നപ്പോഴത്തേക്കും ഈ കുട്ടികൾ പി രാംദാസാണ് അതിൻ്റെ സംവിധാനം, എല്ലാം കോളേജ് സ്റ്റുഡൻസ്, അവരെല്ലാം സംഗീത സഹവും അവർ തന്നെ. അപ്പോൾ അതിലും അവരെന്നെ ബുക്ക് ചെയ്തു. പിന്നെ ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ അവിടുത്തെ ഷൂട്ട് കഴിഞ്ഞ് ഇവിടെ വന്ന് ഗോദവർണ്ണ രാജ, അന്ന് കൊട്ടാരത്തിൽ രാജാവായിരുന്നു, ഈ ന്യൂസ് പേപ്പർ ബോയ് മെറിലാൻഡിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തത്. അതിൽ ഞാൻ ആക്ട് ചെയ്തു. അതോടുകൂടി അമ്മ എല്ലാം എപ്പോഴും എൻ്റെ കൂടെ അമ്മ. ഞങ്ങൾ വീട്ടിൽ വന്നു, ഞങ്ങളങ്ങനെ ഇവിടെ താമസിച്ചു. പിന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പോഴും മെറിലാൻഡിൽ 5-6 പടങ്ങളൊക്കെ ആയി. ഞാൻ പിന്നെ ഒന്നുമില്ലാതെ ഇങ്ങനെ ഇരുന്നപ്പോൾ മെറിലാൻഡിലെ ഭക്തവിജയിലേക്ക് ആദ്യം സെറ്റ് ഇട്ടും കൊണ്ട് മുതലാളി വണ്ടിയും കൊടുത്ത് വീട്ടിലയച്ചു. അമ്മയും ഞാനും മാത്രം. അമ്മയും വയസ്സായി. എനിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു അപകർഷതാബോധം പോലെ ഞാൻ ആരുമായിട്ടും സഹകരിക്കില്ല. ആരെങ്കിലും വന്ന് ചോദിച്ചാൽ നമസ്തേ, ഞാനും ചിരിച്ചുകൊണ്ട് നമസ്തേ പറയും. എന്നാൽ നിങ്ങൾ അങ്ങോട്ടുള്ള ഈ സുഹൃത്ത് ബന്ധം ഇല്ല, അന്നേ ഇല്ല, ഇന്നും എനിക്കില്ല. ഇപ്പോഴും സുഹൃത്തുക്കൾ ആരുമില്ല. അങ്ങനത്തെ ഒരു സ്വഭാവം, ഒരു ഉൾവലിഞ്ഞ സ്വഭാവം, ചോദിക്കുന്നതിന് മാത്രം സമാധാനം. ഇന്ന് ഷൂട്ടിങ് കഴിഞ്ഞാലും വന്ന് കസേരയിലിരിക്കും. സഹപ്രവർത്തകരെടുത്തോ കൂടുതലായിട്ടൊന്നും പറയില്ല. അങ്ങനത്തെ ഒരു സ്വഭാവക്കാരിയാണ്. ഇന്നും അങ്ങനെ തന്നെ. എനിക്ക് സുഹൃത്തുക്കൾ ആരുമില്ല, എല്ലാവർക്കും അറിയാം. അപ്പോഴത്തേക്ക് എന്താണ് പറയണമെന്ന് എനിക്കറിഞ്ഞൂടാ. ഇന്നും എനിക്കില്ല മക്കൾ. അതാണ് മൊബൈൽ പോലും ഞാൻ വാങ്ങാത്തത്. അങ്ങനെ അതും കഴിഞ്ഞ് അങ്ങനെ ഇരുന്ന് അത് അതിന് പോയിട്ട് എന്ത് കാര്യമെന്ന് ചോദിച്ചാൽ സെറ്റിട്ട് പറഞ്ഞയച്ചതാണ്. ഒടുക്ക എനിക്ക് പകരം മദ്രാസിൽ നിന്ന് കുശലകുമാരിയെ കൊണ്ടുവന്നു. കുശലകുമാരി ദേവകിയായിട്ട് ആക്ട് ചെയ്യാൻ. തിക്കുറിശിയാണ് ദേവകിയുടെ ഭർത്താവായിട്ട് ആക്ട് ചെയ്തത്. അതൊന്നും പോയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാൾ ഞാനും അമ്മയുണ്ട് വീട്ടിൽ. അങ്ങനെ ഇരുന്നപ്പോൾ പിന്നെ ഞാൻ വലിയേട്ടൻ എന്ന് സ്റ്റീൽ പ്ലാന്റിൽ ജോലി ചെയ്യുന്നു. മൂത്ത സെന്നെന്ന് പറഞ്ഞില്ലേ, BSc. എൻ്റെ വലിയേട്ടൻ ഫാമിലിയുണ്ട്. അവിടെ താമസിച്ചപ്പോൾ എന്നെ അവിടെ കൊണ്ടുപോയി. ഞാൻ ബിലായി പോയി. അപ്പോഴൊന്നും എൻ്റെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. കല്യാണം വേണ്ടെന്നും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സ്ത്രീയാണ്. ആരും വിശ്വസിക്കില്ല. ഇവിടെയുള്ള 6 പേരും കല്യാണം കഴിഞ്ഞു, എനിക്ക് വേണ്ട. എന്തോ അങ്ങനെ ഒരു സ്വഭാവക്കാരിയായിരുന്നു. ഒതുങ്ങി വീട്ടിനകത്ത് അമ്മയുടെ കൂടെ അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരുന്നു. അവിടെ പോയി. അവിടെ ഏകദേശം 1 വർഷം വലിയേട്ടനായിട്ട് ബിലായിൽ താമസിച്ചു. അത് ഇതുപോലെ വീടിനകത്തിരിക്കും. അവിടെയും ഫ്രണ്ട്സും ഒന്നുമില്ല. അവിടെ അധികം ഹിന്ദിയും ബാക്കി ഭാഷക്കാരാണെന്നറിയാം. ആരുമായിട്ട് വീട്ടമ്മ, ഒരു സാധാരണ വീട്ടമ്മയായിട്ട് ഈ വീട്ടിൽ തന്നെ എന്നും അമ്മയും കാണും, ഞാനും കാണും. ബാക്കിയെല്ലാം ഉദ്യോഗമായിട്ട് കല്യാണം കഴിഞ്ഞ് എല്ലാവരും പോയി. അനിയത്തിയുടെ കല്യാണവും കഴിഞ്ഞു, അവളും പോയി, ആരുമില്ല. അങ്ങനെ താമസിച്ച് ഈ അതിനിടയ്ക്ക് അമ്മ മരിച്ചു. എൻ്റെ സഹോദരങ്ങളൊക്കെ ഓരോരുത്തരായിട്ട് മരിച്ചു. എല്ലാമായിട്ട് ഞാനിവിടെ തന്നെ എങ്ങും പോയി മാറി താമസിച്ചില്ല. വലിയേട്ടൻ്റെ അടുത്തൊക്കെ താമസിച്ചതല്ലാതെ ഇവിടുന്നത്. പിന്നെ എൻ്റെ അഞ്ചേട്ടൻ ചന്ദ്രശേഖര മേനോൻ വന്നു. വളരെ താമസിച്ചിട്ടാണ് വന്നത്. അത് വെറും അപ്പോഴത്തേക്കും അത് അച്ഛൻ്റെ അകന്ന അനന്തരവൻ ചന്ദ്രശേഖര മേനോനല്ലേ. വന്നപ്പോൾ ഞാൻ ഒന്നും മിണ്ടിയില്ല. ആ കർമ്മവും കഴിഞ്ഞു മോളെ, കഴിഞ്ഞു. അത് വെറും 5 വർഷം. അദ്ദേഹം അസുഖക്കാരനായിരുന്നു, ലിവറിനൊക്കെ അസുഖമായിരുന്നു. 50 വർഷം ഒരു സ്ത്രീ ചെയ്യുന്ന സകല ശുശ്രൂഷയും പക്ഷേ ഞാൻ ചെയ്തു. 5 വർഷം കൊണ്ട് 50 വർഷം ഒരു ഫാമിലിയിൽ ഭർത്താവിന് വന്ന അസുഖം എങ്ങനെ, അതുപോലെ ഞാൻ ചെയ്ത് അദ്ദേഹം മരിച്ചു. അതുപോലെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഈ വിളയിൽ അടക്കം ചെയ്തു. അപ്പം എന്നെ മാസബലി ഇവിടെ എനിക്ക് മാസബലി ഇട്ടു. 16 ബലി ഞാൻ വീട്ടിലിട്ടില്ല. അതിന് പിന്നെ കരമന തിരുവല്ലത്ത് ചെന്ന് മൂത്ത ചേച്ചിയുടെ ഭർത്താവ് പോയി ഏർപ്പാടെടുത്തു. അതെല്ലാം അവിടെ ചെയ്ത് അവസാനം 1 വർഷം ഞാനിവിടെ ബലിയിട്ട് അതിന് പിന്നെ കന്യാകുമാരിയെ കൊണ്ട് ഒഴുക്കുകയും ചെയ്തു. ആ പുണ്യവും എല്ലാം ഞാൻ ചെയ്തു. ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല മക്കളെ. എന്നിട്ടും
ഈ അവസാന കാലം ഇത്രയും വയസ്സ് വരെ ഇവിടെ താമസിച്ചിട്ടും അതിൻ്റെയൊക്കെ എൻ്റെ ഈ സഹോദരൻ ഇവിടെ ഉണ്ടായിരുന്നു, അവൻ മരിച്ചു. അവൻ്റെ ഭാര്യയാണ് ഇവർ. അവരുമൊക്കെ ഇവിടെ വന്നു. ഇങ്ങനെ എനിക്ക് വേറെ ആരും ഇല്ലല്ലോ മക്കളെ. അതുകൊണ്ട് ഇപ്പോഴും അവരാണ് ഉള്ളത്. അതാണ് നാത്തൂനുമായിട്ടുള്ള താമസം. ഇത് എനിക്ക് ഭാഗത്തിൽ കിട്ടിയ വീടാണ്. എൻ്റെ കാലശേഷം ഞാൻ അത് അവർക്ക് എഴുതി. എന്നെ ആരും അങ്ങനെ നോക്കണമല്ലോ. ബാക്കി എല്ലാവർക്കും എല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് ഈ ലോകത്ത് നമുക്ക് ആരെയും കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല മക്കളെ, ആർക്കും ആരെയും. അതുകൊണ്ട് എനിക്ക് നിറച്ചൊരു കല്യാണത്തിനുള്ള ആൾക്കാർ സ്വന്തക്കാർ ഈ ഈ ബാക്കി 6 പേരെ മക്കളും എല്ലാം നല്ല ഹൈ ലെവലിൽ. ഞാൻ മാത്രം വെറും ഒരു സാധാരണ സ്ത്രീയായിട്ട് ഈ വീട്ടിൽ ഒരു അത്യാഗ്രഹവും ഇല്ലാതെ ഭഗവാൻ തന്നത് മരിക്കുന്നത് വരെ ലഭിക്കണമേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അമ്മ, ഈ കോമളാമ്മ ഇവിടെ കഴിയുന്നു. അമ്മ ലാസ്റ്റ് സിനിമയിലെ ഞാൻ ന്യൂസ് പേപ്പർ ബോയിൽ അഭിനയിച്ചതിന് ശേഷം ഒരു നീണ്ട ഇടവേള എടുത്തു. പിന്നെ പോയിട്ടില്ല. അല്ല, പിന്നെ അതിനുശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷമായിരുന്നു മധുസാർ സംവിധാനം ചെയ്ത ആരാധനയിലേക്ക് പോയി. അത് പറഞ്ഞുതരാം. അത് ഞാൻ അങ്ങനെ വെറുതെ ഇവിടെ ഇരുന്നപ്പോൾ ഞാൻ 1-2 ലെറ്റർ ഇംഗ്ലണ്ടിൽ എനിക്ക് ഇന്നാർക്ക് എഴുതുന്നുണ്ട്. ഇങ്ങനെ അപ്പം മധു സ്റ്റുഡിയോ തുടങ്ങി, എല്ലാം അങ്ങനെ നല്ല ഫിലിം എടുക്കുന്നു. അപ്പം ഞാൻ ഈ മനോരമ വീക്കിലി വായിക്കുമ്പോൾ ചില നല്ല കഥ വരും. ഞാൻ ഒരിക്കൽ അതിലൊരു കഥയെപ്പറ്റി എഴുതി അയച്ചു കൊടുത്തു. പിന്നെ മധുവിൻ്റെ അഡ്രസ്സ് സ്റ്റുഡിയോയിൽ ഇത് ഫിലിം എടുത്താൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ അതേ വായിച്ചോ അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഒരു ഇത് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ദിവസം, കുറച്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഒരു ടെലഗ്രാം വന്നു. ഞാനും എൻ്റെ അനിയത്തിയുടെ മകൻ, അവൻ ഇപ്പം ബിലായില അല്ലേ, അങ്ങ് ഫോറിനിലായിരുന്നു, ഇപ്പം തിരുവനന്തപുരത്തുണ്ട്. അവനെ വിളിച്ചുകൊണ്ട് പോയി സ്റ്റുഡിയോയിൽ. അന്ന് ബസ്സിലാണ്, വളരെ കഷ്ടപ്പെട്ട് ബസ് കയറി ഏതിലൊക്കെ കയറിയൊക്കെയാണ് അന്ന് ഈ സ്റ്റുഡിയോയിൽ പോയത്, ഉമാ സ്റ്റുഡിയോയിൽ. അവിടെ എവിടെയൊരു സ്ഥലത്താണ് തിരുവനന്തപുരത്ത്. പോയി മധുവിനെ കണ്ടു. അപ്പം മധുവാണ് അത് സംവിധാനം ചെയ്യുന്നത്, ശാരദയുടെ ആരാധന. അന്നാണ് അവിടെ ശാരദയെല്ലാം കണ്ടത്. ആ പടത്തിൽ വിവാഹശേഷം തന്നെയായിരുന്നു. എന്താ വിവാഹശേഷമായിരുന്നു അതിന് മുമ്പായിരുന്നു? അതിൻ്റെ കല്യാണം കഴിഞ്ഞൊക്കെ മരിച്ച് അതിന് ശേഷം മക്കളെ, അതിന് മുമ്പല്ല, 5 ഉള്ളപ്പോഴല്ല. അതൊക്കെ പോയി പിന്നെയും ഞാൻ ഈ വീട്ടുഭാരവും ചുവന്നെല്ലാം ആര് വന്നാലും എല്ലാം വീട്ടിലും കാര്യം വീട്ടമ്മ, സാധാരണ വീട്ടമ്മയായിട്ട് ഇവിടെ തന്നെ കഴിയുന്നു. ആര് വന്നാലും പോയാലും നമ്മളിത് കുടുംബ വീട്. അന്ന് ഭാഗമായിരുന്നില്ല. അവിടെ അപ്പോഴാണ് ഈ ശാരദയുടെ പടത്തിൽ എനിക്ക് മധുവാണ് എനിക്ക് ചാൻസ് വന്നത്. എനിക്ക് സാറെന്ന് പറയണ്ട, എന്നാ കലയാളേതല്ലേ മധു, ശ്രീമധു, കേട്ടോ. അങ്ങനെ പിന്നെ അതിലാക്കിയതാണ് ശാരദ. എനിക്ക് പരിചയം, നല്ല സ്വഭാവമാണ്. അങ്ങനെ അവരെ പടത്തിൽ ഞാൻ അഭിനയിച്ചു. അതുമൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇരുന്നപ്പോഴാണ് ഏതൊക്കെ സീരിയൽ വന്നപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ഞാൻ വെറുതെ വീട്ടിൽ ഇരുന്നപ്പോൾ നെയ്യാറ്റിൻകര ഉള്ളവരാരോ ഒരു സിനിമ എടുക്കാൻ പോകണം, അവരിവിടെ വന്നു. അപ്പം ഞങ്ങളൊക്കെ പരിചയമുള്ള പിള്ളേരാണ്. അപ്പോഴതിൽ ആക്ട് ചെയ്യണം. അതിലമ്മ, നല്ല ക്യാരക്ടർ, ഫുൾ അമ്മയുണ്ട്. ഞാൻ പറഞ്ഞു അയ്യോ ഇനി എനിക്ക് ഇല്ല അഭിനയിക്കണം. ഏതായാലും അതുപോലെ തിരുവനന്തപുരത്ത് വെച്ച് ഒരു വീട്ടിൻ്റെ അവിടെ വെച്ചാണ് അതിൻ്റെ ഷൂട്ട് നടന്നത്. അപ്പോൾ അതിൽ 3-4 കൊച്ചു പിള്ളേരൊക്കെ ഉണ്ട്. അതിലൊരു ബാങ്കിൽ ഉദ്യോഗസ്ഥ, ഒരു രാമചന്ദ്രൻ, ആ പയ്യൻ വേറെ അതിലൊക്കെ ആക്ട് ചെയ്തിട്ടുണ്ട്. ആ പയ്യൻ ആദ്യമായിട്ട് അതിൽ കൂടെ ഉണ്ടായിരുന്നു. അത് ആക്ട് ചെയ്തതാണ് ഞാൻ ആദ്യമായിട്ട്. പിന്നെ ആ പെൺകുട്ടി നീയായിരുന്നെങ്കിൽ എന്നൊരു സിനിമ. അതിനാദ്യം വെള്ളി മേഘങ്ങളെന്നാണ് അവരിട്ടിരുന്നത് ആദ്യം ഞാൻ ആക്ട് ചെയ്തപ്പോൾ. അവസാനം അവരതിൻ്റെ പേര് മാറ്റി ആ പെൺകുട്ടി നീയായിരുന്നെങ്കിൽ. ഡയറക്ഷൻ സ്റ്റാൻലി ജോസ്, അദ്ദേഹം കൂടെ വന്നിട്ടുണ്ട്. അതാണ് ഞാൻ അവസാനം, അതാണ് ഞാൻ വീണ്ടും സിനിമയ്ക്ക് പോയത്. അത് കഴിഞ്ഞ് പ്രിയം, കുഞ്ചാക്കോ ബാബൻ്റെ പ്രിയം സിനിമ, മക്കൾ തമിഴ്നാട്ടിലല്ലേ, പ്രിയത്തിൽ അവസാന ഒരു ഷോട്ട് അത് കവിയൂർ പൊന്നമ്മയ്ക്കാർക്കോ വെച്ചിരുന്നെന്നാണ് അന്ന് അവർ പറഞ്ഞത്. അവർ വരാത്തതുകൊണ്ട് അപ്പോൾ ഒരു സീരിയൽ ഞാൻ ചെയ്തു. അതിലെ ആളാണ് അതിലേക്ക് വേണ്ടി പോയി. അതിൽ വേറെ ഒന്നുമില്ല, ചുമ്മാ ലാസ്റ്റ് സീനിൽ ഇങ്ങനെ കൈ കെട്ടിക്കൊണ്ട് അവിടുത്തെ അമ്മൂമ്മ, നടക്കാൻ വയ്യാത്ത അമ്മൂമ്മയായിട്ട് വീൽ ചെയറിൽ പോകണത്, അങ്ങനെ കുറച്ചേ ഉള്ളൂ അതിൽ അവസാന സീനിൽ ഞാനുണ്ട് പ്രിയത്തിൽ. പിന്നെ മറ്റേ വെള്ളി മേഘത്തിൽ ത്രൂ ഔട്ടുണ്ട്. ശങ്കരാടിയാണ് എൻ്റെ കാര്യസ്ഥനായിട്ട് ആദ്യം മുതൽ അവസാനം വരെ. അതിലുണ്ട് എനിക്ക് 3 പെൺകുട്ടികൾ.
അതൊക്കെ നല്ല കുട്ടികളൊക്കെ പേരൊക്കെ ഞാൻ മറന്നുപോയി മക്കളെ. അങ്ങനെ ഒരു ഫിലിം കൂടി വളരെ കാലത്തിന് ശേഷം ഞാൻ അഭിനയിച്ചു. പിന്നീട് ഒന്നുമില്ലാതെ പിന്നെ ഞാൻ പ്രായങ്ങളൊക്കെ പോയില്ലേ, പിന്നെയൊക്കെ ഇങ്ങനെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലിരുന്നപ്പോഴാണ് അമ്മ 94 അമ്മ സംഘടന തുടങ്ങിയതും എനിക്ക് ഞാൻ പോയതും അവരെനിക്കതിൽ അംഗത്വം തന്നതും ഇന്നും അവരെനിക്ക് കൈനീട്ടം തന്നുകൊണ്ടിരിക്കുന്നത്. അമ്മ സംഘടനയിൽ ആദ്യം അംഗത്വം എടുത്ത ആൾക്കാരിൽ ഒരാൾ അമ്മയാണ് അല്ലേ, കമലമ്മയാണ് അല്ലേ? അത് അന്നത്തെ ആദ്യത്തെ മീറ്റിങ്ങിൽ ഞാനും ഉണ്ടായിരുന്നു. അതായത് ഇവിടെ അവരുടെ ഈ ഷോ തുടങ്ങിയപ്പോഴത്തേക്കും അത് ആദ്യം തിരുവനന്തപുരത്ത് വെച്ച്, രണ്ടാമത് എറണാകുളത്ത് വെച്ച്, മൂന്നാമത് കോഴിക്കോട്ട് വെച്ച്. ആ 3 മീറ്റിങ്ങിലും ഞാനും ആദ്യകാലം നാടക നടിമാർ അല്ല ബാലനിലെ നായിക MK കമലവും ജ്ഞാനാംബികയിലെ നായിക പേര് മറന്ന് അവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവരെ അന്ന് പരിചയപ്പെട്ടു, ഞങ്ങൾ 3 പേരും. അപ്പോൾ ഈ ഞങ്ങൾക്ക് 3 പേർക്കും അന്ന് അവർ ഈ അംഗത്വം തന്നു. അത് അപ്പോഴറിയില്ല, പിന്നെയല്ലേ അറിയുന്നത്. അങ്ങനെയാണ് എനിക്ക് അവരെയും പരിചയം. അന്നാണ് ഞാൻ മീറ്റിങ്ങിന് പോയിട്ടുള്ളത് മക്കളെ. എല്ലാ മീറ്റിങ്ങിനും പോകണം, പക്ഷേ അന്നേ എനിക്ക് ഈ നടക്കാനും ഈ കാലിന് ഇത്ര ട്രബിളൊന്നുമില്ല. അന്ന് എല്ലായിടും നടക്കുകയും പോവുകയൊക്കെ ചെയ്യും. എന്നാലും പിന്നെ ആ സമയമാകുമ്പോഴത്തേക്കും പോകാൻ പറ്റിയിട്ടില്ല. നല്ല നല്ല ഇതായിരുന്നു അവരുടെ മീറ്റിങ്ങും പ്രസംഗങ്ങളും എല്ലാ കാര്യങ്ങളും, എല്ലാ ആൾക്കാരും വരും. അങ്ങനെയാണ് ഞാൻ അവരെല്ലാവരെയും കണ്ടിട്ടുള്ളത് മക്കളെ. അമ്മയില ഇപ്പോഴും അമ്മയുടെ അംഗമാണ്. അമ്മയിൽ അവർ അന്ന് എനിക്ക് അംഗത്വം തന്നു. ആണററി അംഗത്വം അന്ന് അവർ തന്നു. അതവർ ഇന്നും എനിക്ക് 1-ാം തീയതി കൈനീട്ടം അയക്കുന്നുണ്ട്. അതെനിക്കൊരു വലിയ അനുഗ്രഹമാണ് മക്കളെ ദൈവം തന്നത് എന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് അമ്മയ്ക്ക് നീനാൾ സകല പിന്നെ മംഗളങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഭഗവാനെയും പ്രാർത്ഥിക്കുന്നു. അമ്മ ഒരു വലിയ സംഘടനയും വലിയ ആശ്വാസമാണ് എന്നെ സംബന്ധിച്ച്. അമ്മയുടെ അംഗങ്ങളൊന്നും ആരും വിളിക്കില്ല. ഈ മീറ്റിംഗ് എല്ലാ വർഷവും മീറ്റിംഗ് ഉണ്ട്, അതിൻ്റെ ഇത് വരും എനിക്ക് നോട്ടീസ് എല്ലാം എഴുതി. അത് കഴിഞ്ഞ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവരുടെ ബൈലയുണ്ടല്ലോ, 1 വർഷത്തെ കാര്യങ്ങളും കണക്ക്, അങ്ങനെ ആ ബുക്കും എനിക്ക് അവരയക്കും. ഇന്നും എനിക്ക് ഈ മാസം വന്നിരുന്നു. 30ാമത് വാർഷികമാണ് ഇപ്പോഴും നടന്നത്, ജൂൺ 30-ന്. അതിന് എനിക്ക് പോകാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ലെറ്റർ എഴുതും. സുഖമില്ല, നടക്കാനും വയ്യ, ആരുമില്ല എന്ന് പറയില്ല. അതിന് അവരെന്ത് ചെയ്യണം? സുഖമില്ല മോനെ, അകത്ത് കണ്ണിനും ഇപ്പം പരിമിതിയാണ്, കാലും നടക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്നിരിക്കുന്ന രജിസ്റ്റേർഡ് ലെറ്റർ അയക്കും. അതവർ അവിടെ വായിക്കുമായിരിക്കും. ഇങ്ങനെ ഒരു മീറ്റിങ്ങിനും പോയില്ലെങ്കിൽ ആരെങ്കിലും അന്വേഷിക്കില്ലേ? അപ്പം ഞാൻ രോഗിയാണെന്ന് അവർക്കറിയാം. അമ്മ കുറേ വർഷം മുമ്പ് സീരിയലുകളിലും അത് ഇതിൻ്റെ ഇടയ്ക്ക് 2-3 സീരിയലിൽ എത്ര തന്നെ, ഒരുപാട് സീരിയലിൽ പോയില്ല. 2-3 ഇവിടെ അടുത്തവിടെ ആരോ വിളിച്ചു പോയി. ആളിനെയൊക്കെ ഞാൻ മറന്നോളാം. അതിലാണ് ഒന്നിൽ എൻ്റെ മക്കളായിട്ട് ഗോപകുമാറും സുബൈറും, പിന്നെ അടുത്ത ആളിനെ ഞാൻ മറന്നുപോയി മക്കളെ. ഇപ്പം എന്നാൽ എനിക്ക് എല്ലാം ഓർമ്മയുണ്ടെങ്കിലും ചില കാര്യങ്ങളൊക്കെ മറന്നു പോകും. ഇപ്പം ആ സഹോദരങ്ങളെ പ്രായങ്ങൾ പോലും എനിക്ക് അറിഞ്ഞൂടാ, എല്ലാം അറിയായിരുന്നു. ഇത്രയൊക്കെ പ്രായമായി. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പറയുന്നത് മോളെ, ഇതും കൂടി പറയാൻ വിഷമിക്കരുത്. ജീവിച്ചത് മതി എനിക്ക്. എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി, എന്തിലേക്ക് വേണ്ടി? സുഖമില്ലാത്ത കാലും വയ്യ, ഇപ്പം കണ്ണിനും ഇങ്ങനെയാണ് മക്കളെ. ഇതാണ് എൻ്റെ പരമ ജീവിത കഥ. ഇതിൽ ഒരു ഇല്ലാത്തതും പൊങ്ങത്തരങ്ങളും ഒന്നുമില്ല, പരമസത്യം. എനിക്ക് മരിക്കണം, അത് എന്ന് എൻ്റെ മഹാദേവരെ പ്രാർത്ഥിക്കും. പിന്നെ എൻ്റെ കൂട്ടപ്പന മഹാദേവ പ്രഭു, ഞാനൊരു 10-16 വയസ്സ് മുതൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. ഇന്ന് എനിക്ക് അത് മാത്രമേ ഉള്ളൂ എൻ്റെ ഹൃദയത്തിനകത്ത്. അദ്ദേഹം നടത്തിക്കൊണ്ട് പോകുന്നു. ഇപ്പോഴുള്ളത് പോലും നശിക്കരുത്, അങ്ങനെ പ്രാർത്ഥന മക്കളെ. ഭർത്താവ് 5 വർഷമേ ഉണ്ടായിരുന്നുള്ളെങ്കിലും ഇവിടെ 10-40 സെൻറ്റ് എനിക്ക് വാങ്ങിച്ചു തരുന്നു. അതെല്ലാം ഞാനാണ് നടത്തി. ഇപ്പം അതൊക്കെ പോയി, വെച്ചോണ്ടിരിക്കും, ജീവിക്കണ്ടേ. അങ്ങനെയും കൊണ്ടാ, നല്ല മനുഷ്യനായിരുന്നു. അല്ല, ഇങ്ങനെ ഞാൻ പച്ചയ്ക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഈ വിവാഹം ഇത്ര ഇതാണെന്ന്. ഇപ്പം 5 മരിച്ചിട്ട് എത്ര വർഷമായ മക്കൾ? 51 വർഷം കഴിഞ്ഞ് ഇപ്പം തികയുള്ളത് 52. ഞാൻ ഇതുപോലെ ജീവിക്കുന്നു ഇപ്പോഴും. ഞാൻ ദിവസവും രാവിലെ ഉണരുമ്പോൾ അയ്യോ ഇപ്പോഴും കണ്ണ് തുറന്നോന്നോ ആഗ്രഹിച്ച് ഭഗവാനെ സുഖമരണം താ. ഇതാണ് മക്കൾ ഈ ഒറ്റ ആഗ്രഹം, പരമസത്യം. ഇതാണ് മക്കളെ. വെറും ഒരു കലാകാരിയായിരുന്ന നെയ്യാറ്റിൻകര കോമളത്തിൻ്റെ ജീവചരിത്രമാണ് ഞാനിന്ന് മക്കളെടുത്ത് പച്ചയായി പറഞ്ഞത്.
തീർച്ചയായിട്ടും അമ്മേ പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ടായിരിക്കും നസീർ സാറിന്റെ ആദ്യ നായിക. ഇപ്പോഴ് അപ്പൊ ആ ഒരു കൂടിക്കാഴ്ചയും അന്നത്തെ ദിനങ്ങൾ എങ്ങനെയായിരുന്നു നസീർ സാറിന്റെ ആ ഒരു അല്ല നസീറിൻ്റെതൊന്നും എനിക്കൊന്നും ഞങ്ങൾ അന്ന് മരുമകളെ ആക്ട് ചെയ്തിട്ട് പോയി, പിന്നെ കണ്ടിട്ടുമില്ല കേട്ടിട്ടില്ല. അല്ല മക്കളൊന്നില്ലേ, അങ്ങനെ ഇരുന്നപ്പോൾ ഒരു സുപ്രഭാതത്തിൽ എനിക്കൊരു ലെറ്റർ വന്നു ഇവിടെ നോക്കിയപ്പോൾ പിന്നെ ഇത് ഷാനവാസിൻ്റെ കല്യാണം എഴുത്തായിരുന്നു. ഹബീബ പിന്നെ നസീറിന് ഒപ്പിട്ടു. അയ്യോ, അപ്പോൾ എൻ്റെ മൂത്ത വലിയേട്ട ശാസ്ത്രമംഗലത്തെ താമസമുണ്ട്. എനിക്ക് അതിശയം, അന്ന് പ്രേം നസീർ ആകാശമുട്ട പ്രശസ്തിയുടെ ഉത്തുംഗ സംഘത്തിൽ എന്നെ എങ്ങനെ ഓർത്ത്. മരുമകളിൽ 5-6 ദിവസം ആക്ട് ചെയ്തെന്നല്ലാതെ എനിക്ക് നസീറിനെ കണ്ടിട്ടുമില്ല ഒന്നും. പക്ഷേ നസീറിൻ്റെ പടങ്ങളൊക്കെ ഞാൻ പോയി കാണും. അക്കാലത്ത് സിനിമ ഇഷ്ടം പോലെ കാണും, പോകും മാറ്റിനിക്ക്. എനിക്ക് സന്തോഷവും എനിക്ക് എന്തൊരു ഒരു സ്വപ്നം പോലെ തോന്നി. ഞാൻ ആ ലെറ്റർ എടുത്തുകൊണ്ട് നേരെ ബസ് കയറി, അമ്മയുണ്ട്, ബസ് കയറി ശാസ്ത്രമംഗലത്ത് പോയി വലിയേട്ടൻ്റെ അടുത്ത്. വലിയേട്ട എനിക്കിതാ പ്രേം നസീറിൻ്റെ ഒരു കല്യാണം എഴുതി വന്നിരിക്കുന്നത്. വലിയേട്ടൻ്റെ കൊണ്ട് കൊടുത്തു. പി സുബ്രഹ്മണ്യ ഹാളിനകത്ത് വെച്ചാണ് കല്യാണം. എനിക്ക് അവിടെ ഒന്നും പോവുകയോ ഒന്നുമില്ല. ചേട്ടൻ്റെ എഴുതി. അപ്പോൾ ചേട്ടൻ എടി നീട്ട് പോകണം. ഞാൻ പറഞ്ഞു വലിയേട്ട എനിക്കൊന്നും അറിഞ്ഞുകൂടാ. അപ്പോഴവിടെ വലിയേട്ടൻ്റെ ഭാര്യയുടെ സഹോദരൻ ദിവാരൻ നായർ, അത് വിദ്യാഭ്യാസ വകുപ്പിൽ ഇവിടെ വലിയ ഉദ്യോഗസ്ഥനാണ്. അങ്ങേരുടെ മകൻ കണ്ണൻ, ആ കുട്ടി എപ്പോഴും ഓടി വലിയേട്ടൻ്റെ വീട്ടിൽ വരും, അടുത്ത് തന്നെ. അപ്പോൾ കണ്ണൻ പറഞ്ഞു ഞോമാൻ്റിയിലൂടെ ഞാൻ പോവാം. എന്ന് വെച്ചാൽ പ്രേം നസീറിൻ്റെ അവിടുത്തെ കല്യാണമല്ലേ, പയ്യെ കോളേജിൽ പഠിക്കണം, എനിക്കെല്ലാം അറിയാം. ശരി, ഞാൻ കണ്ണനെയും കൊണ്ടാണ് ആ ശാസ്ത്രമംഗലത്ത് നിന്ന് തന്നെ അവിടെ പോയി കല്യാണത്തിന്. പി സുബ്രഹ്മണ്യ ഹാൾ ആ കാലത്ത് ഞാൻ കണ്ടിട്ടുമില്ല. ആളും പേരും കാറും ഒന്നും അറിഞ്ഞൂടാ. അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ഒരു ആട്ടോ പിടിച്ചാൽ ഞാനും കണ്ണനും കൂടി അവിടെ എങ്ങനെയാണ് അതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങി. അപ്പം കണ്ണനില്ലായിടും അറിയാൻ തിരുവനന്തപുരത്തോടെ പയ്യനല്ലേ, നോമാൻ്റി വരണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് ആ ഹാളിൻ്റെ അകത്ത് ഇങ്ങനെ കയറി, ഇങ്ങനെ ഓപ്പൺ ആ സമയം ഇങ്ങോട്ട് കയറിയപ്പോൾ ഞാൻ തിരുവനന്തപുരത്തോടെ നോക്കിയാണ്. എനിക്ക് ആരെ അറിയാം, നസീറിനെ അറിഞ്ഞൂടാ. അങ്ങനെ നോക്കിയപ്പോൾ നടുക്കായിട്ട് ഇതുപോലത്തെ ഞാൻ ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ ആയിട്ട് കുറേ ആൾക്കാർ ചുറ്റും കൂടി നസീർ നിൽക്കുന്നു. അപ്പം ഞാൻ കണ്ടു, എന്നെ ഒന്നപ്പം ഇങ്ങനെ നോക്കി. ഞാൻ ഒരു നമസ്തേ മാത്രം കൊടുത്തു. ഉടൻ തന്നെ അത്ര എന്നെ അറിയാമോ എന്തോ നമസ്തേ മാത്രം കൊടുത്തിട്ട് അങ്ങനെ സ്തംഭിച്ച് ഞാനും കണ്ണൻ നിന്നപ്പോൾ പ്രേം നസീർ ആ ആൾക്കൂട്ടത്തിനിടയ്ക്ക് വന്നു. ഇതാരെന്നറിയാമോ, ഇത് നെയ്യാറ്റിൻകര കോമളേൻ്റെ ആദ്യ നായിക എന്ന് പ്രേം നസീറാണ് അവിടെ വെച്ച് അവരുടെ അടുത്ത് പറഞ്ഞത്. എനിക്ക് ഇതിപ്പോൾ ഒരു അതിശയമോ സ്വപ്നമോ ഒന്നുമില്ല മക്കളെ. അങ്ങനെയാണ് ഈ ഒന്ന് ഓടി അടുത്ത് വന്ന് അകത്ത് വരണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവിടെ ഒന്നും പറഞ്ഞില്ല. ഞാൻ സ്തംഭിച്ച് നിൽക്കുകയാണ്. ഉടനെ അപ്പോഴാണ് ആറന്മുള പൊന്നമ്മ ചേച്ചിയും ഈ സുരേഷ് ഗോപിയുടെ ഭാര്യ, ഇന്ന് ഭാര്യ അന്ന് രാധിക മകൾ കൊച്ച്, അവരെല്ലാം കൂടെ കല്യാണത്തിന് വന്നപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നവൾ അകത്ത് പോയില്ല. പിന്നെ പ്രേം നസീർ പറഞ്ഞു, പിന്നെ പൊന്നമ്മ ചേച്ചി ഇതാരെന്നറിയാമോ, എൻ്റെ നായിക കോമ്പളം നെയ്യാറ്റിൻകര. അപ്പോൾ പൊന്നമ്മ ചേച്ചിക്ക് വലിയ ഇഷ്ടമായിരുന്നു. പൊന്നമ്മ ചേച്ചി അടുത്ത് വന്നു. ഞാൻ അകത്ത് പോയത് കല്യാണത്തിന്. അതാണ് ഏതൊരു മനുഷ്യൻ അറിഞ്ഞ ഭാവം കാണിക്കുമോ. എത്രയോ കൊല്ലത്തിന് മുമ്പ് ഒരു പടത്തിൽ അഭിനയിച്ച അത് കുറച്ച് ദിവസം എന്നെ ഓർത്തു വെച്ചിരിക്കുന്നു. നമ്മൾ ചില വ്യക്തികളെ സ്വഭാവത്തിലും ജീവിതത്തിലും നമ്മൾ ചിലരെ അപൂർവം ഓർക്കില്ലേ, അങ്ങനെ പ്രേം നസീർ ഓർത്ത് വെച്ചിരുന്നായിരിക്കും. അതായത് അന്ന് ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ യാത്ര പറഞ്ഞു ഇങ്ങനെ പോവുകയാണ്. അപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു എത്ര കുട്ടികൾ, കല്യാണം കഴിഞ്ഞ ആളല്ലേ, എത്ര കുട്ടികൾ. അന്ന് എൻ്റെ അടുത്ത് 1.5 കുട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല, ഞാൻ മനസ്സിലാക്കുന്നത് എന്തില്ല, ഞാനും അമ്മയും ഉണ്ട്, ഞങ്ങളിങ്ങ് പോന്നു. ആ പയ്യൻ കൊടുക്കാൻ ഞാൻ ചിന്തിച്ചു, അതാണ് ഈ ഷാനവാസ്, അന്നത്തെ 1.5 കുട്ടി. ഇത് ഇളയ കുട്ടിയല്ലേ. അതിൻ്റെ കല്യാണത്തിനാണ് എനിക്ക് ഇവിടെ ലെറ്റർ അയച്ചത് വർഷങ്ങൾക്ക് ശേഷം. അതൊക്കെയാണ് ഒരു മനുഷ്യൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ മക്കളെ ഒന്നുകൂടി എനിക്ക് പറയണം, ഇത് നിങ്ങളുടെ എഴുതിയാലും ഇല്ലെങ്കിലും ഇത് പ്രേം നസീർ നല്ലൊരു വലിയ മനസ്സിൻ്റെ ഉടമ എന്ന് ഞാൻ മനസ്സിലാക്കി. അതുപോലെ എനിക്ക് മോഹൻലാലിന് ഒരു പരിചയവും ഇല്ല, ഞങ്ങൾ ആക്ടിങ് ചെയ്തിട്ടില്ല. ഈ അമ്മയുടെ മീറ്റിങ്ങിന് നമ്മൾ 3 സ്ഥലത്ത് ഞങ്ങൾ പോയിട്ടുണ്ട്, അന്ന് കണ്ടു, അത് ഇന്നാരാണെന്ന് അത്ര തന്നെ. പക്ഷെ അദ്ദേഹത്തിൻ്റെ പിന്നെ സ്റ്റുഡിയോ ഓപ്പണിങ്ങിന് എനിക്ക് ഇവിടെ ഇട്ട് തന്നു. അതൊരു വലിയ മനുഷ്യനല്ലേ മക്കളെ, ചിന്തിച്ചു നോക്കി. എനിക്കല്ലാതെ അല്ലാതെ ആളിനെ കണ്ടിട്ടുണ്ട്, അല്ലാതെ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല.
പക്ഷേ ഞാൻ അപ്പോഴും അതും കൊണ്ട് ഞാനും ഈ താരയുടെ വണ്ടിയിൽ ഞങ്ങൾ പോയി അന്ന് ഞങ്ങൾ ലാലിനെ പ്രത്യേകം കണ്ടൊന്നുമില്ല. എന്നാലും ഞങ്ങൾ പോയി അവിടെ ഒരു ദൂരത്ത് കണ്ട് ഞാൻ ഒരു നമസ്തേ പറഞ്ഞു. അതും ഒരു വലിയ മനുഷ്യൻ, ഇല്ലെങ്കിൽ എന്നെ എങ്ങനെ മനസ്സിലാക്കും? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ആ മോഹൻലാൽ നല്ല മനുഷ്യനാണ്. അഹങ്കാരം ഉണ്ടെങ്കിൽ എന്നെ പോലെ ഒരു പീറയ്ക്ക് എഴുത്തയക്കുമോ? അതിനുശേഷം ഇപ്പോൾ അമ്മ സീരിയലും എല്ലാം നിർത്തിയതിനു ശേഷം സിനിമയിലെയോ അല്ലെങ്കിൽ സീരിയലിലോ ഇല്ല, ആരെ വിളിക്കുകയോ ആരുമായിട്ടൊരു കോണ്ടാക്റ്റോ ഒന്നുമില്ല. അന്ന് മധുതൊന്നും അതിൽ ആക്ട് ചെയ്തു. ഇല്ല, ആരെയും കണ്ടിട്ട് ഞാൻ ഇതിൻ്റെ അകത്താ. ആരെ വിളിക്കുകയോ ആവശ്യം ഞാൻ പറഞ്ഞില്ലേ മോളെ, എനിക്ക് അങ്ങനെ സ്വഭാവ ദൂഷ്യമുണ്ട്. ഞാൻ ആർക്കും വകവെച്ച് കൊടുക്കില്ല. എനിക്കുള്ളത് മതി, അതാണ് എനിക്ക് വലുത്. എനിക്ക് ഉള്ളത് 1 രൂപയാണെങ്കിൽ അതെനിക്ക് വലിയ വലുതും മഹത്വവും ദൈവം തന്നതാണ്. ദൈവം തന്നതും തന്നെ. ഞാൻ അങ്ങനെ എനിക്ക് ഒരുപാട് വേണമെന്നുമ്പോൾ ഞാൻ ആരുടെ കൂടെ ആവശ്യപ്പെട്ടിട്ടില്ല. ഞാനങ്ങനെ ചോദിക്കുകയില്ല. എനിക്കതൊക്കെ വലിയ മോശം കാര്യങ്ങളാണ്. ഞാൻ ഉള്ളത് കൊണ്ട് സംതൃപ്തിയായിട്ട് സത്യസന്ധമായിട്ട് ഇപ്പം ഞാൻ ജീവിക്കണമെങ്കിൽ ഇവർക്ക് ഭാരമില്ല. ഇവർ അസുഖമുള്ള സ്ത്രീയാണ് എൻ്റെ നാത്തും. എന്നാലും ഞങ്ങൾ രണ്ടുപേരും നിങ്ങൾക്ക് ഒരുപാടൊന്നും വേണ്ട, ആവശ്യത്തിന് വേണമല്ലോ. കാലത്തെ കാപ്പി ഉച്ചയ്ക്ക് എല്ലാം വേണമല്ലോ. അതെല്ലാം അവരുണ്ടാക്കും. ഞങ്ങൾ രണ്ടും കൂടി സന്തോഷമായിട്ട് ഇവിടെ കഴിയുന്നു. മോനിവിടെ ഡെപ്യൂട്ടി എന്ന് പറഞ്ഞില്ലേ, ആ പയ്യനാണ് അത്യാവശ്യമുള്ള കാര്യങ്ങൾ. ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എവിടെയെങ്കിലും എന്തെങ്കിലും ലെറ്റർ വന്നാലോ ബാങ്ക് കാര്യങ്ങളൊക്കെ ഈ മോനാണ് നോക്കണം. അതിനാണ് അവനിവിടെ വീട് വെച്ചത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരല്ലേ ഒറ്റയ്ക്കുള്ളൂ. അവൻ്റെ ഫാമിലിയാണ് ഇവിടെ താമസം. രാത്രി വന്ന് ഒരു 9:30 ആകുമ്പം വന്ന് ഈ ലൈറ്റും ഓഫാക്കി ഗേറ്റും പൂട്ടിയിട്ട് പോകും. യാത്രയും പറഞ്ഞു അവിടെ പോയി. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മാഡത്തിൻ്റെ അച്ഛൻ PWDയിൽ ഓഫീസറായിരുന്നു, അമ്മ അധ്യാപികയായിരുന്നു. അപ്പോൾ എന്നിട്ടും എന്തുകൊണ്ടായിരുന്നു അത്യാവശ്യം പുരോഗമന ചിന്താഗതിയുള്ള ഒരു കുടുംബം ആണ്? അന്നേ അങ്ങനെ ആയില്ലെങ്കിൽ എന്നെ അയക്കുമോ? പക്ഷെ അപ്പം അച്ഛനില്ല, അച്ഛൻ മരിച്ചു. ഞാൻ ഫിലിമിൽ ഇറങ്ങിയപ്പോൾ ഞാൻ കൊച്ചുകുട്ടി, എനിക്കൊരു 6-7 വയസ്സായിരുന്നപ്പോൾ അച്ഛൻ മരിച്ചു. അത് ഞാൻ പറഞ്ഞത് അന്നത്തെ കാലം. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എന്നാൽ ഇവിടെ ഉള്ളവർക്കെല്ലാം നല്ല ബുദ്ധിയുള്ളത്. ആരും അതിലോട്ട് എന്നെ ഫോഴ്സ് ചെയ്യാനോ, സിനിമയല്ലേ, അതുകൊണ്ട് ഇവിടെ ഉള്ളവർക്കൊക്കെ ഉള്ളാലെ ഇഷ്ടമില്ലായിരിക്കും. ആ കാലത്ത് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വേറെ ആരുമില്ല, ഞാൻ മാത്രം. അതെൻ്റെ വിധി. എനിക്കതുകൊണ്ട് ഇപ്പോഴും അതിൻ്റെ പൈസ കൊണ്ട് ഞാൻ ജീവിക്കുന്നു മക്കളെ. എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഉണ്ട്. അമ്മ ആദ്യം ഞങ്ങൾക്ക് കുറച്ച് പേർക്കാണ് ആണററി അംഗത്വം തന്നിട്ടുള്ളത്. അത് ഇന്നും ഉണ്ട്, ഞാൻ മരിക്കുന്നവരെ ഉണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച മറ്റൊരു വീഡിയോയുമായി ഉടനെ എത്തും.